ഓരോ സിനിമ ചെയ്യുമ്പോഴും നമുക്ക് അതിന് പുറകിലൊരു ഒരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. പുണ്യാളൻ അഗർബത്തീസ് ചെയ്യുമ്പോൾ എനിക്ക് മുന്നിൽ വെച്ചൊരു ചലഞ്ച് എന്ന് പറയുന്നത്, ഇങ്ങനൊരു സിനിമ എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ? അതായത് കേരളത്തിലെ എല്ലാ സ്റ്റേഷനുകളിലും, മേജർ സ്റ്റേഷൻസ് മുതൽ ഏറ്റവും ചെറിയ സ്റ്റേഷൻസിൽ വരെ, ഒരു കളക്ടർ മുതൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വരെ ഒരുപോലെ ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതൊരു ചലഞ്ച് തന്നെയാണ്. അത് എനിക്കങ്ങനെ ഇതുവരെയുള്ള എൻ്റെ സിനിമകളിൽ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലും കാണുന്നത് അത് സാധിക്കുന്ന സിനിമകൾ പലപ്പോഴും വളരെ ഡബിൾ മീനിങ് ആയിട്ടുള്ള ഡയലോഗ്സോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക, അത്ര നിലവാരമില്ലാത്ത ഹാസ്യം ഒക്കെ കൊടുക്കുന്ന സിനിമകളാണ് ഇവിടെ വിജയിക്കുന്നത്. അപ്പോൾ സിനിമയിൽ തന്നെയുള്ള പല പ്രമുഖരോടും സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇനി ഇത്തരം സിനിമകൾക്കാണ് ഇവിടെ സാധ്യതയുള്ളത് കമേഴ്ഷ്യലി. അല്ലാതെ പണ്ട് നമ്മളുണ്ടായിരുന്നത് പോലെയുള്ള ഒരു ശുദ്ധമായ ഹാസ്യം ഇപ്പോൾ ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ എനിക്കത് സ്വീകാര്യമായിട്ട് തോന്നിയില്ല. ബിക്കോസ് ജനങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റായിരുന്നു പുണ്യാളൻ അഗർബത്തീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. അത് ബിക്കോസ് അത് പാളിപ്പോയാൽ പിന്നീട് നമുക്ക് അങ്ങനെ ഒരു അവസരം ഒരിക്കലും കിട്ടില്ല നമ്മുടെ ലൈഫിൽ എന്നുള്ളതുകൊണ്ട് അതിനെ എത്രമാത്രം ലളിതവൽക്കരിക്കാം, എത്രമാത്രം ഒരു സാധാരണക്കാരനിലോട്ട് എത്തിക്കാം, എത്രമാത്രം അവർക്ക് ആസ്വാദ്യത വർദ്ധിപ്പിക്കാം, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ആ സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇപ്പോൾ അതിൻ്റെ അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ക്യാമറാസ്, ലെൻസസ് ഒക്കെ ഒരുപക്ഷെ വളരെ വളരെ എക്സ്പെൻസീവാണ്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു സൗത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും വലിയ സിനിമകൾ ചെയ്യുന്ന ഫെസിലിറ്റീസിലാണ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിൻ്റെ ഒരു കുറവ് കൊണ്ട് ഒരിക്കലും അത് അങ്ങനെ എത്താതിരിക്കരുത് എന്നുള്ളത് കൊണ്ടുള്ള ആ ഒരു ശ്രമം വിജയിച്ചത് വളരെ വലിയ സന്തോഷമുണ്ട്. അത് വിളിച്ച് പലരും പറയുന്നത് അതൊരു വാതിൽ തുറന്നിരിക്കുകയാണ്, ഇനി ഇത്തരം സിനിമകൾക്കും ഇവിടെ സാധ്യതയുണ്ട് എന്നുള്ള അർത്ഥത്തിൽ. എനിക്ക് തോന്നുന്നു പാസഞ്ചർ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞത് അതൊരു മാറ്റമായിരുന്നു. എനിക്ക് തോന്നിയത് അതിനേക്കാൾ വലിയൊരു മാറ്റമാണ്. അപ്പോൾ അതായത് ഇനി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് അശ്ലീലം മാത്രമല്ല, എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നിലവാരമുള്ള നല്ല സിനിമകളുമാണ് എന്ന് ഏറ്റവും ചെറിയ സ്റ്റേഷനും ഏറ്റവും വലിയ സ്റ്റേഷനിലും ആളുകളത് സ്വീകരിക്കുന്നു എന്നുള്ളത് അതുപോലെയുള്ള സിനിമകൾ ഉണ്ടാക്കാൻ സിനിമാക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു പ്രചോദനമാവുമെങ്കിൽ സന്തോഷം തന്നെയാണ്. ഈ എല്ലാ ട്രെൻഡിനും ഒരു നല്ല വശവും ദൂഷ്യവശങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരുപക്ഷെ ആദ്യം ജനങ്ങൾക്കത് വളരെ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കാരണം നമ്മൾ അടക്കി പിടിച്ച് സംസാരിച്ചിരുന്ന കാര്യങ്ങൾ ഒരു തിയേറ്ററിൻ്റെ ഒരു ഇരുട്ടിൽ നമുക്കൊരു ഗ്രൂപ്പായി പോയിരുന്ന് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒന്നോ രണ്ടോ സിനിമകൾക്കുണ്ടാവും. അത് ഒരിക്കലും നിലനിൽക്കുന്ന ഒരു സംഭവമല്ല ഒരു കാലത്തും. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു സിനിമയെ നമുക്ക് ആണ് ആവശ്യം, സിനിമയ്ക്ക് നമ്മളെ ആവശ്യമില്ല. സിനിമ എപ്പോഴും നിലനിൽക്കുന്നൊരു മാധ്യമമാണ്, ജനങ്ങളെപ്പോഴും സിനിമ കാണും. അപ്പോൾ ഈ രീതിയിലുള്ള ട്രെൻഡ് വരുന്നു, മാറിപ്പോകുന്നു. അതിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് സിനിമ ചെയ്യുന്നവർ സിനിമയിൽ നിലനിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എനിക്ക് വലിയൊരു ആശ്വാസമാണ് തോന്നുന്നത്, വലിയൊരു സന്തോഷത്തിനേക്കാൾ ഉപരി യഥാർത്ഥത്തിൽ. കാരണം ഈ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇനി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളതിന് എൻ്റെ മുന്നിൽ ഒരു ഉത്തരം ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വിജയിച്ചു എന്നുള്ളത്, ആദ്യമായിട്ട് സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് വഴങ്ങുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആദ്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ജനങ്ങൾ ആ രീതിയിൽ അവരത് എടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഇനി കൂടുതൽ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ളൊരു അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് സന്തോഷത്തെക്കാളുപരി, ഒരു എക്സൈറ്റ്മെൻറ്റിനേക്കാളുപരി ആശ്വാസമാണ്. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഈ ജോയ് താക്കോൽക്കാരൻ എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. എൻ്റെ ഒരുപാട് സ്വഭാവം ജോയ് അയാളിലുണ്ട്. അതായത് ഓരോ സമയത്തും അയാൾക്കൊരു സ്വപ്നമുണ്ട്. അയാൾ ജയിലിലാവുമ്പോൾ പോലും അയാൾ അതിലെന്ത് പോസിറ്റീവ് കണ്ടെത്താം എന്ന് ആലോചിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ട്രെയ്റ്റ്സ് എനിക്കിഷ്ടമാണ് ജോയിലുള്ള. അപ്പോൾ ഈ സിനിമ കണ്ട പല ചെറുപ്പക്കാരും എന്നെ വിളിച്ച് പറഞ്ഞത് അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അയാൾ അത് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സിനിമയ്ക്ക് ഒരാളിൽ തോന്നിപ്പിക്കാൻ പറ്റി, ഒരു ചിരിയിലൂടെ തോന്നിപ്പിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ അതൊരു വളരെ നല്ല കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജോയ് താക്കോൽക്കാരനായിട്ട് അഭിനയിക്കാൻ ജയസൂര്യ മാത്രമേ ഉള്ളായിരുന്നു. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു ഇൻഡസ്ട്രി അറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ
എനിക്കറിയാവുന്ന കാരണങ്ങളുണ്ട്, അല്ലാത്ത കാരണങ്ങളുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ഈ ക്യാരക്ടറിന് വേണ്ടി ചെയ്യേണ്ടി വരുമ്പോൾ അതിന് ഒരു ആക്ടർ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട്. ആ സമയം കൊടുക്കാൻ ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആദ്യമായിട്ട് ആലോചിച്ചത്. ഈ സിനിമ ഇപ്പോൾ ഉണ്ടാക്കാൻ ഉള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാരണം തന്നെ, ഞാൻ ജയൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയാണ്. അപ്പോൾ ജയൻ പറയുകയാണ്, കുറേ നാളായിട്ട് സിനിമ ചെയ്യുന്നില്ല, ഞാൻ കാത്തിരിക്കുകയാണ്, ഒരു സിനിമ അങ്ങനെ വരുമോ എന്നാലോചിച്ചു. അപ്പോൾ എനിക്കതൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നി. ഒരു സ്റ്റാർ, അയാൾക്കൊരു മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു സ്റ്റാറാണ്. അപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും അഭിനയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയാളുടെ മാനസികാവസ്ഥ എനിക്ക് തോന്നി ഇതുപോലൊരു സിനിമയ്ക്ക് ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഒരു സ്റ്റാർ അല്ലെങ്കിൽ ഒരു താരത്തിൻ്റെ മാനസികാവസ്ഥ എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സബ്ജക്റ്റ് കാണാൻ ഞാൻ പിന്നീട് ജയനോട് പറഞ്ഞിട്ടുണ്ട്. ഈ സബ്ജക്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ജയനെ വിളിച്ചപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ കണ്ടപ്പോൾ ഇത് സംസാരിച്ച് ജയനോട് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു തൃശ്ശൂർ കഥയാവണേ എന്നുള്ളത്. അപ്പോൾ കാണാൻ പോകുമ്പോൾ എനിക്കറിയാമായിരുന്നു ഇത് ജയൻ ചെയ്യാൻ പോകുന്നു, ഞങ്ങളിത് ചിങ്ങം 1 ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ഞങ്ങൾ ഇത് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. എനിക്ക് ഷുവറായിരുന്നു, അതിലെനിക്കൊരു സംശയമേ ഇല്ലായിരുന്നു. അത് ആ ജയൻ അതിനു വേണ്ടി ഇട്ടിട്ടുള്ള ഒരു സമയമുണ്ട്. ഈ സിനിമയുടെ ടൈറ്റിൽ തീരുമാനിക്കാൻ ഒരു ദിവസം മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്യണം. അപ്പോൾ അത് തുടങ്ങി ഈ ക്യാരക്ടറിന് വേണ്ടി, ഈ സിനിമയ്ക്ക് വേണ്ടി, ഈ ഷൂട്ടിങ്ങിന് മുമ്പ് ജയൻ ഇട്ടിട്ടുള്ളൊരു സമയമുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് ഒരു ചെറിയ ഒരു ഫംഗ്ഷന് പോലും പുള്ളി പോയിട്ടില്ല. പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടല്ല, അയാൾ അത്രയും ആ ക്യാരക്ടറായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഷൂട്ടിങ്ങിന് ശേഷം ഈ നിമിഷം വരെ അയാൾ ആ ക്യാരക്ടറിന് വേണ്ടി, ആ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടുള്ള സമയം, ഇതുപോലൊരു സിനിമ, ഇതൊരു അറ്റംപ്റ്റ് നമ്മളൊരു ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ജയസൂര്യയായിരുന്നു അതിന് ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു ആക്ടർ എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സിൽ പല പേരുകൾ വരാം, പക്ഷേ അവരെ വെച്ച് ഇത് ചെയ്ത് ഇതൊരു വിജയമാവുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിൻ്റ് അവിടെ പ്രൂവ് ആവുന്നില്ല. അപ്പോൾ ഇതിന് സന്തോഷം ഇരട്ടിയാണ്. ഞാൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ്. ഡ്രീംസ് ആൻഡ് ബിയോണ്ട് എന്നാണ് ആ കമ്പനിയുടെ പേര്. ആ പേര് പോലെ തന്നെയാണ്, സ്വപ്നങ്ങൾ ഒരുപാടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രീംസ് ആൻഡ് ബിയോണ്ട് എന്ന കമ്പനിക്ക് പേരിട്ടത്. ആദ്യത്തെ സിനിമ മോളി ആൻഡ് റോക്സ് ആയിരുന്നു. അത് ഞാനും പൃഥ്വിരാജും കൂട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എനിക്ക് ആസ് എ ഫിലിം മേക്കർ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വന്നിട്ടുള്ള ഒരു സിനിമ മോളി ആൻഡ് റോക്സാണ്. അത് അത്ര വലിയൊരു വിജയമായിരുന്നില്ല, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഒരു സിനിമ ഉദ്ദേശിച്ച രീതിയിൽ ഉദ്ദേശിച്ചൊരു ബഡ്ജറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി, അത് തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്ന ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് സിനിമയ്ക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ ഇതെല്ലാം അറിയാവുന്ന 100% അറിയാവുന്ന നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ ഒന്നും അറിയാതെ നമ്മളെ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്ന നിർമ്മാതാക്കൾ. ഈ 2 കൂട്ടരും അല്ലെങ്കിൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളോട്ടാണ് ഓരോ ഘട്ടത്തിലും പോയിക്കൊണ്ടിരിക്കുക. ഈ 2 തരത്തിലുള്ള ആളുകളെ പലപ്പോഴും നമ്മളൊരു സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു അവസരത്തിൽ ഒത്തു കിട്ടാറില്ല എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചത്. അത് വരുന്ന സൗകര്യങ്ങൾ വളരെ വലുതാണ്. റിസ്ക്കുകൾ നമ്മൾ തന്നെയാണ് എടുക്കുന്നത്, സാമ്പത്തികമായിട്ടുള്ള റിസ്ക്കുകൾ. ഒരാളോട് നമുക്ക് ഒന്നും ചോദിക്കുകയും പറയാൻ ചെയ്യേണ്ട. എനിക്കിഷ്ടമുള്ള ക്യാമറയിൽ ഷൂട്ട് ചെയ്യാം, എനിക്കിഷ്ടമുള്ള ലെൻസസ് ഉപയോഗിക്കാം, അതിനാരും ചോദിക്കാനില്ല. ബിക്കോസ് എന്തുകൊണ്ട് ഇയാളെ വെച്ച് ഇങ്ങനൊരു സിനിമയ്ക്ക് എങ്ങനെ നിങ്ങൾക്ക് ഇത്ര ക്യാമറയ്ക്ക് ബഡ്ജറ്റ് ചെയ്യാൻ വരുന്നത് എന്നോട് ചോദിക്കാൻ ആരുമില്ല. ബിക്കോസ് എനിക്കറിയാം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്താണ്, അത് ഫൈനലി നമ്മൾ ലക്ഷ്യമിടുന്നത് എന്താണ്. അപ്പോൾ ആ രീതിയിലൊരു കളക്ഷൻ വരുമെന്ന് വെച്ചാൽ വൈ നോട്ട്. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്ര എക്സ്പെൻസീവായിട്ട് എന്തുകൊണ്ട് ചെയ്യുന്നു ചോദിക്കാൻ ആരുമില്ല. പിന്നെ അതിന് ഓരോ തരത്തിലും അതിൻ്റെ ബിസിനസ് സംസാരിക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെ അത് വിൽക്കണ്ട എന്നുള്ളത്. അപ്പോൾ അത് തരുന്ന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അതൊരു ഉത്തരവാദിത്തമുണ്ട്, റിസ്ക്കുണ്ട്, ടെൻഷനുണ്ട്, പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്.